ഇസ്രായേലും ലെബനനും വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചെങ്കിലും ഹിസ്ബുള്ളയുടെ സഹകരണം നിർണായകമാവുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇസ്രായേലും ലെബനനും വെടിനിർത്തൽ കരാർ പുതുക്കുന്നതിന്റെ ഭാഗമായി സമഗ്ര കരാർ ഉണ്ടാക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. തുടർന്ന് അമേരിക്കയുമായി ചേർന്ന് തയ്യാറാക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇസ്രായേലും ലെബനനും ഇക്കാര്യം അറിയിച്ചത്. ഇസ്രായേൽ ലെബനീസ് ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി വാഷിംഗ്ടണിൽ അമേരിക്കൻ മധ്യസ്ഥതയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അമേരിക്കയുടെ മുൻകൈയിലുള്ള വെടിനിർത്തൽ കരാറിന് ലെബനൻ സർക്കാർ ഔദ്യോഗികമായി സമ്മതിച്ചുവെങ്കിലും കരാർ നടപ്പിൽ വരുത്താൻ ഇസ്രായേലുമായി പോരാടുന്ന ഇറാന്റെ പിന്തുണയുള്ള ലെബനീസ് സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ സഹകരണം ആവശ്യമാണ്. ഹിസ്ബുള്ള ലെബനൻ സർക്കാരിന്റെ ഭാഗമല്ല. സർക്കാരിന് ഹിസ്ബുള്ളയുടെ മേൽ നിയന്ത്രണവുമില്ല. ഇരുപക്ഷത്തെയും ചർച്ചകളിൽ അവർ കക്ഷിയുമല്ല. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക, ലെബനന്റെ മേൽ പൂർണ്ണ നിയന്ത്രണം സ്ഥാപിക്കുക എന്നിവ ലെബനൻ സർക്കാരിന് ഇപ്പോഴും വെല്ലുവിളിയാണ്. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ സായുധ ഗ്രൂപ്പുകളെ ഇല്ലാതാക്കുന്നതുൾപ്പെടെ കാര്യങ്ങൾ ചർച്ച ചെയ്തതായും US പിന്തുണയോടെ ലെബനീസ് സേനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ലെബനൻ സർക്കാർ തയ്യാറാണെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. പരസ്പരം ശത്രുതയില്ലെന്ന് ഇരു രാജ്യങ്ങളും ഉറപ്പു നൽകി. സമഗ്രമായ കരാറിനായി നേരിട്ടുള്ള ചർച്ച തുടരാൻ ഇരു രാജ്യങ്ങളും സന്നദ്ധത പ്രകടിപ്പിച്ചു. ഇതിനായി ഇസ്രായേൽ ലെബനൻ പ്രതിനിധികൾ ജൂൺ 22-ന് വീണ്ടും യോഗം ചേരും. ലെബനീസ് സൈന്യത്തിന് നിയന്ത്രണം നൽകുന്ന പൈലറ്റ് സോണുകൾ രൂപീകരിക്കും. എല്ലാ സർക്കാരിതര ശക്തികളെയും ഈ പൈലറ്റ് മേഖലകൾ വിലക്കും. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള വെടിവയ്പ് പൂർണ്ണമായി നിർത്തുക, തെക്കൻ ലിറ്റാനി സെക്ടറിൽ നിന്നും എല്ലാ ഹിസ്ബുള്ള പ്രവർത്തകരെയും ഒഴിപ്പിക്കുക എന്നീ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് വെടിനിർത്തൽ കരാർ എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് ഇരു സർക്കാരുകളുമാണെന്ന് പ്രസ്താവന വ്യക്തമാക്കി. ഇറാനെതിരെ US ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച് ഒരു ദിവസത്തിനു ശേഷം മാർച്ച് 1-ന് ഇറാനെ പിന്തുണച്ച് ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം ആരംഭിച്ചതായി ഇസ്രായേൽ ആരോപിച്ചിരുന്നു. ഇതിന്റെ തൊട്ടു പിന്നാലെ ഇസ്രായേൽ ലെബനനെതിരെ ആക്രമണം ആരംഭിച്ചു. ലെബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിലും പരിസരങ്ങളിലും ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലും ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. ഇതിന് പിന്നാലെ ഇസ്രായേൽ കരസൈന്യം തെക്കൻ ലെബനനിലേക്ക് മുന്നേറുകയും ലെബനൻ ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്തു. ഇറാനിൽ അമേരിക്ക ആക്രമണം തുടരുമ്പോഴും ഇസ്രായേൽ ലെബനനെതിരെ ആക്രമണം തുടരുകയായിരുന്നു. ഇതിനകം 3200-ലധികം ലെബനൻ പൗരന്മാരും 30 ഇസ്രായേൽ പൗരന്മാരും കൊല്ലപ്പെട്ടതായാണ് ഇരു രാജ്യങ്ങളും നൽകുന്ന വിവരങ്ങൾ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളിലെ പ്രധാന തടസ്സം ഇസ്രായേലിന്റെ ലെബനൻ ആക്രമണമായിരുന്നു. ആക്രമണം നിർത്താതെ സമാധാന ചർച്ചകൾ മുന്നോട്ട് പോവില്ലെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചുനിന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ട്രംപ് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് കടുത്ത ഭാഷയിൽ ആക്രമണം നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു. മധ്യസ്ഥർ വഴി ഹിസ്ബുള്ളയോടും വെടിനിർത്തൽ കാര്യം ചർച്ച ചെയ്തതായും അവർ സമ്മതിക്കുകയും ചെയ്തതായി ട്രംപ് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷവും ഇസ്രായേൽ ആക്രമണം തുടർന്നു. ട്രംപിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷം ലെബനൻ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഇന്നലെ ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവന പുറത്തു വന്നത്. ഇസ്രായേലിന്റെ ലെബനൻ ആക്രമണം ഇറാൻ US സമാധാന ചർച്ചകളെ പ്രതിസന്ധിയിലാഴ്ത്തിയപ്പോഴാണ് അമേരിക്ക അക്കാര്യത്തിൽ ഇടപെട്ടത്. സമാധാന കരാറിൽ ലെബനനെ ഉൾപ്പെടുത്തണമെന്ന് ഇറാൻ തുടക്കം മുതൽ ആവശ്യപ്പെട്ടിരുന്നു. ലെബനനിൽ വെടിനിർത്താനുള്ള വ്യവസ്ഥകളോടെ ഇറാൻ US കരാർ വന്നാൽ സ്വാഗതം ചെയ്യുമെന്ന് ഹിസ്ബുള്ള നേതാവ് നയീം ഖാസിം ഈയിടെ പറഞ്ഞിരുന്നു. എന്നാൽ ഇസ്രായേലും ലെബനനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. കഴിഞ്ഞ മാസം US മധ്യസ്ഥതയിൽ ലെബനനിൽ വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നു. എന്നാൽ സംഘർഷം തുടർന്നു. ഇസ്രായേലും ഹിസ്ബുള്ളയും ആക്രമണങ്ങൾ തുടർന്നു. ഇത് കരാറിനെ പ്രതിസന്ധിയിലാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്ബുള്ളയ്ക്കെതിരെ ഇപ്പോഴും കടുത്ത നിലപാട് തുടരുകയാണ്. ഹിസ്ബുള്ളയുമായി യുദ്ധത്തിലാണെന്നും ആക്രമണങ്ങൾ ശക്തമാകുമെന്നും കഴിഞ്ഞ മാസം നെതന്യാഹു പറഞ്ഞിരുന്നു. ഹിസ്ബുള്ള ആവട്ടെ ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഡ്രോൺ ആക്രമണം തുടരുകയും ചെയ്തു. ലെബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ട് ബോംബിട്ട് തകർക്കുമെന്ന് നെതന്യാഹു കഴിഞ്ഞ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ലെബനീസ് പ്രശ്നത്തിൽ തീരുമാനമായില്ലെങ്കിൽ US-ഉമായുള്ള ചർച്ചകളിൽ നിന്നും പിന്മാറുമെന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ അവസ്ഥ മാറി. ലെബനനിലെ വെടിനിർത്തൽ പുനഃസ്ഥാപിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചു. നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ട്രംപ് അസഭ്യം പറയുകയും ആക്രമണം അവസാനിപ്പിക്കാൻ ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുകയും ചെയ്തതായി ആക്സിസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇക്കാര്യം പിന്നീട് ട്രംപ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.